മമ്മൂട്ടി ഡബിൾ റോളിൽ വന്ന ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന സിനിമകൾ ഏതൊക്കെയായിരിക്കും? അണ്ണൻ തമ്പി, ദാദാ സാഹിബ്, ബൽറാം വേഴ്സസ് താരാദാസ്, പട്ടണത്തിൽ ഭൂതം, ഇവയൊക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ഈ പറഞ്ഞ സിനിമകൾ അത്രയും റിലീസായിരിക്കുന്നത് 2000-ന് ശേഷമാണ്. അപ്പോൾ 90-കളിൽ മമ്മൂട്ടി ഡബിൾ റോളിൽ വന്നൊരു സിനിമയെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. സിനിമയുടെ പേര് പരമ്പര. എഴുതിയിരിക്കുന്നത് SN സ്വാമി, സംവിധാനം അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഈ സിനിമയെ പറ്റി ഞാൻ പറയാൻ പോകുന്ന നരേഷൻ കേട്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഫുട്ടേജും കണ്ടു കഴിയുമ്പോൾ 90-കളിൽ ഇങ്ങനെയുള്ള സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധ്യതയുള്ള 1-2 ഡയറക്ടേഴ്സിന്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമല്ലോ. സോ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഇനി നമുക്ക് സിനിമയിലേക്ക് കടക്കാം. നല്ലൊരു പവർഫുൾ പേരുള്ള ഒരു സിനിമയാണിത്. തീർച്ചയായും മമ്മൂട്ടി ഡബിൾ റോളിലാണ് വരുന്നത്. അതിലൊന്ന് ഒരു എക്സ് അണ്ടർവേൾഡ് ഡോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രായമായ ക്യാരക്ടറാണ്. കഥാപാത്രത്തിന്റെ പേര് ലോറൻസ്. സത്യം പറഞ്ഞ ആ ഒരു ഹെവി വെയിറ്റ് കഥാപാത്രത്തിന് വേണ്ടി മാത്രം നല്ല രീതിയിൽ അറിയപ്പെടേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. പക്ഷെ എന്തുകൊണ്ടോ ആളുകൾ മറന്നുപോയൊരു സിനിമയാവാനായിരുന്നു ഇതിന് വിധി. അതിനൊരു പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേ കാലയളവിൽ ഇറങ്ങിയിട്ടുള്ള മമ്മൂട്ടിയുടെ മറ്റൊരു ഗ്യാങ്സ്റ്റർ ചിത്രമായ സാമ്രാജ്യം നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ കുറച്ച് അണ്ടർവേൾഡ് കളികൾ, കുറച്ച് പോലീസും കള്ളനും ഭാഗം, കുറച്ച് ഫാമിലി എലമെന്റ്സ്, അങ്ങനെ എല്ലാം കൂടി കൃത്യമായ അളവിൽ ചേർക്കപ്പെട്ടതുകൊണ്ട് ദാറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ഗുഡ് മൂവി. എന്നാൽ ഇതിൽ അണ്ടർവേൾഡ് പരിപാടികൾ നല്ല മെനയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എന്നാൽ ഫാമിലി എലമെന്റ്, അതായത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, മകന്റെ വേഷം ചെയ്തിരിക്കുന്നതും മമ്മൂട്ടി തന്നെയാണ്, ആ ഒരു ബന്ധം കൺവിൻസിംഗ് ആയി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. സോ ആകെ മൊത്തം പറഞ്ഞ മമ്മൂട്ടിയുടെ ഡബിൾ റോള്, അണ്ടർവേൾഡ് പരിപാടി, ഫാമിലി പരിപാടി, അങ്ങനെ ഒരുപാട് ചേരുവകൾ മിക്സ് ചെയ്തെടുത്ത് പാളിപ്പോയൊരു പടമായിരുന്നു ഇത്. ബട്ട് യെസ്, മമ്മൂട്ടിയുടെ ലോറൻസ് എന്ന കഥാപാത്രത്തിന്റെ ലുക്ക് കൊണ്ടും സൗണ്ട് മോഡുലേഷൻ കൊണ്ടും ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പൊ ഇനിയൊന്ന് ഗസ് ചെയ്ത് നോക്ക്, SN സ്വാമി എഴുതിയ ഈ ഒരു സിനിമയുടെ സംവിധായകൻ ആരായിരിക്കും?